ദൈവത്തിന്റെയും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ നമുക്ക് ലഭിച്ച വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് ഇത് എഴുതുന്നു. ഈ ഈ പത്രോസിന്റെ ലേഖനം എന്ന് നമ്മൾ വേറിട്ട് ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പൗലോസ് പറഞ്ഞ അതേ കാര്യത്തെ മറ്റ് ആശയങ്ങൾ മറ്റ് വാക്കുകൾ കൂടിലൂടെ, മറ്റാശയമല്ല, മറ്റൊരു വാക്കുമല്ല, പക്ഷെ ഒരേ വിഷയത്തെ തന്നെ മറ്റ് രീതികളിൽ അവതരിപ്പിച്ചേക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ഒരു താരതമ്യ പഠനം നടത്തി നമ്മളെ ലൈഫിലേക്ക് ആ വിഷയത്തെ ആഡ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് സന്തോഷമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വായിച്ച വാക്യത്തിലേക്ക് വരികയാണ്. അതതിൻ്റെ മുഴുവനായി തുറക്കാനായിട്ട് എനിക്ക് പറ്റില്ല, എങ്കിലും ആ ഭാഗത്തെ ഒന്ന് കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെയും നീതിയാൽ ലഭിച്ച വിശ്വാസം. ഇതാണ് വിഷയം. ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെയും നീതിയാൽ ലഭിച്ച വിശ്വാസം. ഒന്നുകൂടെ ചുരുക്കിയാൽ, രക്ഷിതാവായ യേശുക്രിസ്തുവിനാൽ ഉണ്ടായ വിശ്വാസം, യേശുക്രിസ്തുവിനാൽ ലഭ്യമായ വിശ്വാസം. ആമേൻ. ഈ ലേഖനം താൻ എഴുതിയത് തനിക്ക് ലഭിച്ചതുപോലെയുള്ള അതേ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുക. അപ്പം അങ്ങനെ കിട്ടാത്തവരും ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അല്ലേ? അങ്ങനെ വിശ്വസിക്കാത്ത ചിലരും ഇന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം തനിക്ക് ലഭിച്ച അതേ വിശ്വാസം. അപ്പൊ അതിനകത്ത് ആദ്യത്തെ പദം വിട്ടിട്ട് രണ്ടാമത്തെ ആ ചിന്തയിലേക്ക് ഞാൻ വരുന്നു. അതേ വിശ്വാസം ലഭിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കേൾക്കേണ്ട ആശയങ്ങൾ ഇതിനകത്ത് അമ്മൻ പറയുന്നില്ലല്ലോ. പത്രോസിന് ലഭിച്ച അതേ വിശ്വാസം ലഭിച്ച ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾക്ക് കേൾക്കേണ്ടതായ എന്തൊക്കെയോ ഉണ്ട്. എന്തൊക്കെയോന്നല്ല, ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ആ അധ്യായങ്ങളൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. സന്തോഷമുള്ളവരൊന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. നിങ്ങൾക്കത് ജീവനായി തീരുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ നീതിയാൽ ലഭിച്ച വിശ്വാസം. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഗം എന്ന് പറയുന്നത് സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണം വരിക എന്നുള്ളൊരു വിഷയത്തെയാണ്. ആമേൻ. അതിനുള്ള ബന്ധത്തിലാണ് യേശുക്രിസ്തുവിനാൽ ലഭിച്ച നീതി എന്നൊരു വിഷയത്തെ ഞാൻ കൊണ്ടുവരുന്നത്. നിങ്ങളെൻ്റെ സന്ദേശം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അനുസരണം എന്ന വിഷയം പ്രസംഗിച്ചെടുത്തല്ല ഞാൻ വിശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് വിശ്വാസം പറയുന്നിടത്ത് അനുസരണത്തെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുക. ശ്രദ്ധിക്കുന്നവർക്കേ മനസ്സിലാകാത്തുള്ളൂ. ഇല്ലാത്തൊരു യൂട്യൂബിൽ ഫേസ്ബുക്കിൽ പോയി നമ്മുടെ മെസ്സേജ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ആ ഭാഗത്തിന്റെ കൃത്യത ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ രക്ഷണ്യ അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായ രക്ഷാകരമായ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ നമ്മൾ ഇന്ന് പാടിയേക്കുന്ന വിധത്തിൽ നിനക്ക് തുല്യനായിട്ട് മറ്റാരും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു നിർത്തുന്നിടത്ത് യേശു മാത്രം ഉള്ളോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അതിനകത്ത് പിതാവായ ദൈവം അല്ലെങ്കിൽ ആ രക്ഷിതാവ് എന്ന് മുമ്പിൽ പറയുന്ന ആ യേശുക്രിസ്തു തന്നെ തന്നിലൂടെ വെളിപ്പെടുത്തിയ ആ പിതാവിനെ കുറിച്ച് ഒരു വെളിപ്പെടുത്തലില്ലേ? അല്ലെങ്കിൽ ആ രക്ഷണ്യ പ്രവർത്തനത്തിൽ നമുക്ക് ലഭ്യമായ രക്ഷാകരമായ ദൈവ പ്രവൃത്തിയിൽ പിതാവിന്റെ സാന്നിധ്യം ഇല്ലേ എന്ന് പലരും ചിന്തിക്കുകയും അതിനെ വികലമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിനകത്താണ് നിൽക്കുന്നത്. നിങ്ങൾ തികച്ചും മനസ്സിലാകണം. അന്നൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. ക്രൂശിലെ യേശു കാൽവറിയിൽ ക്രൂശിക്കപ്പെടുമ്പോൾ പിതാവ് കണ്ണടച്ച് മാറി നിന്നെന്നും പരിശുദ്ധാത്മാവ് കൂടെ ഇല്ലെന്നും ഒക്കെ നിൽക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത് ഹല്ലേലൂയ അവർ മാറി നിന്നു എന്ന് തെറ്റിദ്ധരിച്ചു എന്നാ കിടക്കുന്നത്. എന്താണ് അതാ വാക്യം എടുത്തുകൊണ്ട് പോകാൻ എനിക്ക് നേരെയില്ല. സംശയം ഉണ്ടായി ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ അങ്ങനെ വിചാരിച്ചു. ആരാ? പിതാവായ ദൈവം പുത്രനായ കർത്താവ് ക്രൂശിക്കപ്പെടുന്ന സമയത്ത് രണ്ട് കണ്ണും ഊട്ടിയടച്ച് ഹല്ലേലൂയ മാറി നിന്നു എന്നും പരിശുദ്ധാത്മാവ് സഹായത്തിന് ഇല്ലായിരുന്നു എന്നും
ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ബൈബിൾ നന്നായിട്ട് മനസ്സിലായപ്പോൾ അതങ്ങ് മാറിക്കിട്ടി. ഹല്ലേലൂയ. ഒറ്റ കാര്യം ഞാൻ പറയാം, മാറി നിൽക്കുന്ന ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം. അവർക്കൊന്നിനും മാറാൻ പറ്റത്തില്ല. നമ്മളാണ് പ്രശ്നം വരുമ്പോൾ മാറിക്കളയുന്നത്. എത്ര സ്നേഹമാണെന്നൊക്കെ പറഞ്ഞാലും മനുഷ്യൻ അവന്റെ സ്വഭാവം ഹല്ലേലൂയ ആ പ്രശ്ന സമയത്ത് കാണിക്കും. ഹല്ലേലൂയ. ആ തൃത്വത്തിനകത്ത് കൂട്ടായ്മ, ഒരു പ്രശ്നത്തിനകത്ത് കൈവിടുന്നതല്ല, അവൻ പ്രശ്നത്തിനകത്തും കൂടെ നിൽക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. അതൊരു വേടാണ്, അതൊരു ദൂതാണ്. അവൻ ഒരിക്കലും നമ്മളെ കൈവിട്ട് കളയുന്ന ദൈവമല്ല. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് എൻ്റെ രണ്ടാമത്തെ മോൾ ഉറങ്ങണമെങ്കിൽ 91 സങ്കീർത്തനം അവൾക്ക് പറയണം. നന്നായിട്ട് കാണാപ്പാടം അറിയാം. ഒന്ന് തുടക്കിയിട്ട് കൊടുത്താൽ മതി, തന്നെ അങ്ങ് പറഞ്ഞോളും. ഹല്ലേലൂയ. അതിനിടയിൽ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു വേട് എന്നെ കയറി പിടിച്ചു. ഹല്ലേലൂയ. ആ വേട് ഇങ്ങനെയായിരുന്നു, കഷ്ടകാലത്തിൽ ഞാൻ നിന്നോട് കൂടി ഇരിക്കും. അതിന്റെ 15-ാം വാക്യമാണ്, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവൻ ഉത്തരമള്ളും, ഞാൻ അവനോട് കൂടെ ഇരിക്കും. നമ്മളെല്ലാം തിരിച്ചാ പറയുന്നത്. കർത്താവ് വിട്ടുപോയി, അതുകൊണ്ട് എനിക്ക് കഷ്ടകാലമാണെന്ന് ചിന്തിക്കുന്നവരാണ്. പക്ഷെ ഹല്ലേലൂയ, ഞാൻ അതിന്റെ ഒരു പറഞ്ഞ് കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ള വിഷയം പറഞ്ഞപ്പോൾ ഞാൻ ഈ വിഷയത്തെ ഓർത്തപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഹല്ലേലൂയ. അവൻ ഒരു കാലഘട്ടത്തിലും നമ്മളെ വിട്ടുമാറുന്ന കർത്താവല്ല. ഒരുപക്ഷെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട്, തെറ്റായ ആശയങ്ങൾ ചിന്തിച്ചത് കൊണ്ട്, തെറ്റായ വഴികൾ ചൂസ് ചെയ്തത് കൊണ്ട്, തെറ്റായ ആശയങ്ങളുടെ പിറകെ പോയത് കൊണ്ട്, ചെയ്യേണ്ടാത്തത് ചെയ്തതിൻ്റെ ഭാഗമായി വന്നു കയറുന്ന ഏത് പ്രശ്നം നിന്റെ വീട്ടിലോ നാട്ടിലോ ജീവിതത്തിലോ കയറുമ്പോഴും കർത്താവ് നമ്മളെ വിട്ടു മാറുന്നില്ല. നമ്മൾ വിട്ടു മാറുന്നത് കൊണ്ടാണ് പലതും സംഭവിക്കുന്നത്. ഹല്ലേലൂയ. എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും, ഹല്ലേലൂയ, എങ്ങനെ നമ്മൾ ദൈവഹിതത്തോടെ നിൽക്കണമെന്നും നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്ന ഒരു ആത്മാവുണ്ട്. ഹല്ലേലൂയ. ഈ മാസത്തിന്റെ ആലോചനയായി ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞൊരു വാക്കാണിത്. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം, ആത്മാവ് നമുക്ക് നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്നു. ഹല്ലേലൂയ. വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ നമുക്കറിയാത്തപ്പോഴും ദൈവഹിത പ്രകാരം നമ്മളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കുന്നത് നമ്മുടെ അകത്ത് വന്ന പരിശുദ്ധാത്മാവാണ്. കേൾക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മുടെ കഷ്ടകാലത്ത് നിങ്ങൾ ചിന്തിക്കുന്ന ദൈവത്തെ വിട്ട്, ദൈവഹിതം വിട്ട്, ദൈവചിന്ത വിട്ട് അകലുമ്പോഴും കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ അവിടെ ഇരിക്കാനല്ല, തിരികെ വന്നില്ലെങ്കിൽ ഹല്ലേലൂയ അത് വലിയ പ്രശ്നമായി തീരും. അതുകൊണ്ട് വേഗത്തിൽ ആ റൂട്ടിലേക്ക്, കർത്താവിന്റെ പാതയിലേക്ക്, കർത്താവിന്റെ ഹിതത്തിലേക്ക്, പ്രാർത്ഥനയിലേക്ക്, ആരാധനയിലേക്ക്, ദൈവീയ ആശ്രയത്തിലേക്ക് ഓടി അടുക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആശയം, ദൈവം ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ യേശു കർത്താവിന്റെ കൂടി പിതാവായ ദൈവവും പരിശുദ്ധാത്മാവും യേശു ക്രിസ്തുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ യേശു കർത്താവ് ഭൂമിയിൽ വന്ന് തൻ്റെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഒരു കാര്യം, ദൈവരാജ്യത്തെ കുറിച്ച് വെളിപ്പെടുത്തുക. 2, ഹല്ലേലൂയ, തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ, മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിപ്പോയ തൻ്റെ പിതാവിനെ കുറിച്ചുള്ള, പിതാവിന്റെ സ്നേഹത്തെ കുറിച്ചുള്ള വ്യക്തമായ ഒരു വെളിപ്പെടുത്തൽ നടത്തുക. ഹല്ലേലൂയ. ഞാൻ ആശയത്തെ മുൻനിർത്തി പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു, മതങ്ങളും മത നേതാക്കന്മാരും ഹല്ലേലൂയ അവരുടെ ദൈവത്തെ വിശദീകരിക്കുമ്പോൾ ഹല്ലേലൂയ അവരുടെ ദൈവം സർവ്വജ്ഞാനിയാണെന്നും സർവശക്തനാണെന്നും സർവ്വവ്യാപിയാണെന്നും അവർ പറയാറുണ്ട്. തെറ്റിദ്ധരിക്കപ്പെടേണ്ട, ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, അവരങ്ങനെ പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. മതങ്ങൾ മുഴുവൻ പറയുന്നത് ഇങ്ങനെയാണ്, മത നേതാക്കന്മാരും പറയുന്നത് ഇങ്ങനെയാണ്, അവരുടെ ദൈവം സർവ്വവ്യാപിയാണ്, ശക്തനാണ്. മിനിമം ക്വാളിറ്റി അതിലും വേണം. സർവ്വവ്യാപിയായിരിക്കണം, സർവശക്തനായിരിക്കണം, സർവ്വജ്ഞാനി. ആ 3 ഗുണം എന്നാ പറഞ്ഞാലും ഉറപ്പായിട്ടും ഉണ്ടാകണം. പക്ഷെ ബൈബിള് പറയുന്ന ദൈവത്തിന് ഇതേ ക്വാളിറ്റി ഉണ്ട്. പക്ഷെ അതിനപ്പുറം ആ ദൈവത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. സർവ്വമതങ്ങൾ ഉയരത്തിലേക്ക് നോക്കി ഒരു ദൈവം ഉണ്ടെന്ന് പറയുമ്പോൾ ബൈബിള് ഉയരത്തിലേക്ക് നോക്കി കാണിക്കുന്നത് നിനക്ക് അവിടെ ഒരു ദൈവം ഉണ്ടെന്നല്ല, നിനക്ക് അവിടെ ഒരു അപ്പനുണ്ടെന്നാണ്.
ഇതാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ വ്യത്യാസം. ഇതാണ് യേശു ക്രിസ്തു കാണിച്ചു തന്ന ഹല്ലേലൂയ ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ്. ഉയരത്തിൽ ഹല്ലേലൂയ നിനക്കൊരു ദൈവം ഉണ്ടെന്നല്ല, ഉയരത്തിൽ നിനക്കൊരു പിതാവുണ്ട്. ആ പിതാവും മക്കളും തമ്മിലുള്ള ബന്ധമാണ് ക്രിസ്തുയേശുവിലൂടെ അവൻ തുറന്നു കാണിക്കുന്നത്. ഇത് പറയുമ്പോൾ എനിക്ക് പറയാതെ പറ്റത്തില്ല. നീ അനാഥനല്ല, നീ ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടവനല്ല, നീ പ്രതിസന്ധികളുടെ നടുവിൽ ഒറ്റയ്ക്കായിരിക്കേണ്ടവനല്ല. ഏതു സാഹചര്യത്തിലും നിന്റെ കൂടെ ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. അവനെ കൂട്ടുകിട്ടിയ മക്കളാണ് യഥാർത്ഥ ദൈവമക്കൾ. അനാഥന്മാരല്ലാത്തവർ, ഞാൻ ഇന്ന് നിങ്ങളെ നോക്കി അനാഥരെന്ന് വിളിക്കണമോ, ഹല്ലേലൂയ കൂടെയുള്ള ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കണമോ? അനാഥനെ എനിക്ക് ഒരിക്കലും മക്കളെ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അനാഥരെ ഒരിക്കലും മക്കൾ എന്ന കൂട്ടത്തിൽ പറ്റത്തില്ല. ഹല്ലേലൂയ ദത്തെടുക്കപ്പെട്ടവരെന്നൊക്കെ പറയുന്നുവെങ്കിലും ഹല്ലേലൂയ അതിന്റെ പിന്നിൽ വെളിപ്പെട്ട യഥാർത്ഥ സ്നേഹമാണ് ഹല്ലേലൂയ രക്ഷിതാവെന്നതിന്റെ പിറകിൽ പത്രോസ് എഴുതി വെച്ച ദൈവത്തിന്റെയും യേശുക്രിസ്തുവിന്റെയും നീതിയാൽ എനിക്ക് ലഭിച്ച വിശ്വാസം എന്ന് പറയുന്നതിന്റെ അർത്ഥം. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ ഇപ്പോഴും അതൊരു സൈലന്റായി മനസ്സിലാകാത്ത കാര്യമായി നിൽക്കുന്നതിന്റെ പിന്നിലെ കാരണം ഹല്ലേലൂയ യേശു ക്രിസ്തുവിനെ അയച്ച ഒരു സ്നേഹനിധിയായ പിതാവുണ്ട് എന്ന് തിരിച്ചറിയണം. തന്നെ ഒരിക്കലും യേശു കർത്താവ് ഭൂമിയിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതിന്റെ പിന്നിലെ കാരണം താൻ വെളിപ്പെട്ട് നിൽക്കുകയാണ്. ഇനി തന്നെ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിനകത്ത് അല്ലെങ്കിൽ തൻ്റെ കേൾവിക്കാരാകുന്ന അവരുടെ മനസ്സിനകത്ത് വെളിപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമുണ്ട്. അവർ ആ പിതാവിനെ കുറിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി. എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ഇങ്ങനെ പറയുന്നു. യേശു കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ പറയാണ്, എനിക്ക് മുന്നേ വന്നവരെല്ലാം കള്ളന്മാരും ആരൊക്കെയാണോ എനിക്കറിയില്ല, ആരൊക്കെയാണ് വന്നവരെല്ലാരും വന്നാ പറയുന്നത്. അതിനകത്ത് പ്രവാചകന്മാരുണ്ടോ? എനിക്കിത് പണി കിട്ടുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ പറയാം. അതിനകത്ത് പ്രവാചകന്മാരുണ്ടോ, പുരോഹിതന്മാരുണ്ടോ, ശാസ്ത്രിമാരുണ്ടോ, പാസ്റ്റർമാരുണ്ടോ? എനിക്കറിയില്ല. ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാണാൻ ചാൻസ് ഉണ്ട്. ഹല്ലേലൂയ. അവരെല്ലാം കവർന്നെന്നോ കൊള്ള കൊണ്ടുപോയെന്നോ അല്ല പറഞ്ഞത്. അതിനകത്തൊരു ആശയം ഞാൻ പറയാം. അവരെല്ലാം വെളിപ്പെടുത്തിയപ്പോൾ, അവരെല്ലാം എഴുതി വെച്ചപ്പോൾ എഴുത്തുകൾക്കകത്ത് പിതാവിന്റെ യഥാർത്ഥ ക്യാരക്ടർ വന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനല്ലാതെ മറ്റാരും എൻ്റെ പിതാവിനെ കണ്ടിട്ടില്ല. ഞാൻ കണ്ട എനിക്കറിയാവുന്ന എൻ്റെ പിതാവ് നിങ്ങളുടെ പിതാവാകാൻ പോകുന്നത് കൊണ്ട് ഞാൻ എൻ്റെ പിതാവിനെ അറിയുന്നത് പോലെ നിങ്ങളും അവനെ അറിയേണ്ടതിന് ഞാൻ എന്നെയല്ല വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, അവനെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ ഒരു കാര്യം വിളിച്ചു പറയുന്നു. നിന്റെ അന്തരംഗത്തിൽ ദൈവമെന്ന കാഴ്ചപ്പാട് ഹൃദയത്തിനകത്ത് ഒരുങ്ങി വരുമ്പോൾ അതിനകത്ത് ദൈവം എന്ന പേരല്ല വരേണ്ടത്. അതിനകത്ത് ഡാഡി എന്ന് വിളിക്കുന്ന, അപ്പ എന്ന് വിളിക്കുന്ന ഒരാൾ നിനക്ക് വേണം. നിങ്ങളുടെ ചില വിഷയങ്ങൾക്ക് മറുപടി ഇല്ലാത്തതിന്റെ പിന്നിലെ കാര്യം ഇതായിരിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന വിഷയത്തിനകത്ത് ആശങ്കയായിരിക്കാം. 40 വർഷമായിട്ട് പ്രസംഗം കേൾക്കുന്നവരും ബൈബിൾ വായിക്കുന്നവരും ആശങ്കപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയാം, പുത്രന്റെ നാമത്തിൽ പിതാവിനോട്, പുത്രനിലൂടെ പിതാവിനോട്. ഹല്ലേലൂയ. ഈ റൂട്ട് കൃത്യമാണെങ്കിൽ ഇപ്പോഴും ഹല്ലേലൂയ മറിയ പറഞ്ഞതുപോലെ ഹല്ലേലൂയ നാറ്റം വെച്ചിരിക്കുന്ന കല്ലറ അടച്ചിട്ടേക്കുന്ന വിഷയത്തിനകത്ത് മറിയ പറയാണ്, ഇപ്പോഴും നീ അപേക്ഷിച്ചാൽ ഹല്ലേലൂയ നീ ചോദിക്കുന്നത് എന്തും തരാൻ പറ്റുന്ന രീതിയിൽ നിനക്ക് അനുകൂലമാണ് ആ ദൈവമെന്ന് എനിക്കറിയാം. ആ കാലഘട്ടം വിട്ട് ഈ കാലഘട്ടത്തിൽ നിൽക്കുന്ന മറിയമാരോട് യോജിക്കുന്ന ഒരു കാര്യം, പുത്രന്റെ നാമത്തിൽ മക്കൾ എന്ന രീതിയിൽ പിതാവിനെ അറിഞ്ഞ നീ ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ മല മാറ്റാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നിനക്ക് അനുകൂലമായ ഒരു പിതാവിനെയും അവനയച്ച പുത്രനെയും ഈ പകൽ വെളിപ്പെടുത്തുമ്പോൾ ഇന്ന് രാവിലെ നിന്റെ അകത്ത് ഒരു ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ.
ഹല്ലേലൂയ. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതൊക്കെയോ വിഷയങ്ങളുടെ നടുവിൽ മറുപടികൾ വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ വിഷയത്തിന്റെ അതിനകത്തെ സത്ത എന്താണെന്ന് മനസ്സിലായി. പുത്രന്റെ നാമത്തിൽ പിതാവിനോട് ഒരു വ്യക്തി ഒരു കാര്യം ചോദിച്ചാൽ 2 പേർ ഭൂമിയിൽ പിതാവിനോട് പുത്രന്റെ നാമത്തിൽ ഐക്യമത്യപ്പെട്ടാൽ, ഹല്ലേലൂയ, പിതാവ് പുത്രനിൽ മഹത്വം കൊള്ളേണ്ടതിന് അത് നൽകി തരാമെന്ന് പറഞ്ഞ ദൈവം ഇന്നും മരിച്ചിരിക്കുകയല്ല. അവൻ ഇന്നും ഇന്നലെ ഉണ്ടായിരുന്നവൻ, ഇന്ന് നീ നിലനിൽക്കുന്നവൻ, നാളെ ഉള്ളവൻ. ഹല്ലേലൂയ. അവൻ എനിക്ക് വേണ്ടി വാക്ക് മാറ്റിക്കളയുന്ന ദൈവമല്ല. കൈ ഉയർത്തി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇപ്പൊ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നേരില്ല എങ്കിലും അപ്പാ പുത്രന്റെ നാമത്തിൽ പിതാവേ എന്ന് ഹൃദയത്തിൽ നിന്നൊരു വിളി ഇപ്പോൾ ഈ നിമിഷം. ഹല്ലേലൂയ. എത്ര മണിയായി? ഹല്ലേലൂയ. ഈ നിമിഷം ഒന്ന് വിളിക്കാൻ തയ്യാറാവോ? കണ്ണുയർത്തി കണ്ണടച്ച ദൈവസന്നിധിയിൽ സ്വർഗത്തിലേക്ക് ഉയർത്തി, അപ്പാ അങ്ങ് അയച്ച പുത്രന്റെ നാമത്തിൽ, ഹല്ലേലൂയ, അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നു. ഈ പകല് ഏതൊക്കെയോ വിടുതലുകൾ ദൈവം നിങ്ങളുടെ ലൈഫിനകത്ത് ചെയ്തതാണ്. ഹല്ലേലൂയ. ആ ദൈവം എന്ന പദം ഞാൻ അവിടെ കൊണ്ട് നിർത്തുകയാണ്. യേശു ക്രിസ്തുവിന്റെ നീതിയാൽ ലഭിച്ച വിശ്വാസം. അല്പം കൂടെ ഒന്ന് ചുരുക്കി വിഷയത്തിനകത്തേക്ക് വരാൻ താല്പര്യപ്പെടുക. ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും. ആ പരിജ്ഞാനം എന്ന വാക്ക് നിങ്ങൾ വേറിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. പത്രോസും പൗലോസും മടി കൂടാതെ പറഞ്ഞ വാക്കുകളാണ് പരിജ്ഞാനം എന്ന വാക്ക്. ഹല്ലേലൂയ. ഈ താഴോട്ട് വായിച്ചു വരാൻ നേരത്ത് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞൊരു വാക്യം കിടപ്പുണ്ട്. വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് അപ്പം പരിജ്ഞാനം എന്ന വിഷയം വളരെ അത്യാവശ്യമാണ്. റോമാലേഖനം പറയുന്നു, പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ജനം നശിച്ചു പോകുന്നു. ഹല്ലേലൂയ. ഞാൻ പുറകോട്ട് പോവാണ്. യേശു കർത്താവ് ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് വരെ, അല്ലെങ്കിൽ വന്ന കാലഘട്ടത്തിനും ഭൂമിയിലുള്ള നിയമം ഏതായിരുന്നു അറിയാമോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ ദൈവജനത്തിന് ദൈവം കൊടുത്തിരുന്ന നിയമം ഏതായിരുന്നു? ന്യായപ്രമാണമായിരുന്നു അല്ലേ? 613 10 കൽപ്പനകൾ, 613 ഉപകൽപ്പനകൾ, ന്യായങ്ങൾ, വിധികൾ, സംഹിതകൾ ചേരുന്ന അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉപകൽപ്പനകളായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം അനുസരിച്ചാൽ മാത്രമേ എന്തുണ്ടാകുള്ളൂ? നീതി ലഭിക്കത്തുള്ളൂ. അതിന് മനുഷ്യന് കഴിഞ്ഞില്ല. തൊപ്പിയിട്ടു. 0-ൽ നിന്ന് താഴെ ഉണ്ടെങ്കിൽ അതും മേടിച്ചുകൊണ്ടാണ് സകല മനുഷ്യരും ഇന്ന്. കാര്യം പ്രവൃത്തി കൊണ്ട്. റോമലേഖനം 1-ാം അധ്യായത്തിന്റെ താഴോട്ടൊക്കെ ഇത് വായിച്ചു നോക്കിയാൽ മതി. വേണ്ട അത്രം പോകണ്ട, നമുക്ക് ഒന്നു നോക്കാം. യേശു കർത്താവ് മത്തായി സുവിശേഷത്തിൽ പറഞ്ഞ കാര്യം മത്തായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 5-6 അധ്യായങ്ങളിൽ യേശു മലയിൽ കയറി അവരോട് പ്രസംഗിച്ചു. ദൈവരാജ്യത്തിലേക്ക് വിളിക്കപ്പെടാൻ പോകുന്നവരുടെ യോഗ്യതയായി യേശു ന്യായപ്രമാണത്തിനേക്കാൾ കട്ടിയുള്ള തൻ്റെ ന്യായപ്രമാണത്തെ, യേശു ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണത്തെ, അങ്ങനെ ഒരു വിഷയം ബൈബിളിലുണ്ടേ, ന്യായപ്രമാണത്തെ അവതരിപ്പിക്കുകയാണ്. അതിനകത്താണ് കട്ടിയുള്ളത് പറഞ്ഞേക്കുന്നത്. അതിനകത്താണ് ന്യായപ്രമാണത്തിനകത്ത് കുല ചെയ്യുന്നവൻ കുലപാതകൻ എന്ന് പറഞ്ഞ കൽപ്പന അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എങ്ങനെ കൊടുത്തേ? കൂട്ടുകാരനെ ഈ വിഷയത്തിനകത്ത് നിസാരനായി കണ്ടാൽ നീ അവനോട് കുലപാതകനാ. കട്ടി കൂടുന്നുണ്ടോ? വ്യഭിചാരത്തെ കുറിച്ച് പറയാണ്. ഒരു ചെയ്താൽ മാത്രമായിരുന്നു. ഇപ്പൊ നോക്കിയാൽ ന്യായപ്രമാണത്തെ കാലഘട്ടത്തിൽ, ഞാൻ യേശുവിന്റെ കാലഘട്ടത്തിൽ ആ നിയമത്തെ അപ്ഡേറ്റ് ചെയ്ത കാര്യം പറയാണ്. അതാണ് സത്യത്തിൽ ധാർമ്മിക നിയമമായി കൊടുത്തിരിക്കുന്നത്. ഹൃദയത്തിൽ ആത്മാവിനാൽ ചെയ്യാത്ത സകലതെല്ലാം, ആത്മാവിൽ നിന്ന് വെളിപ്പെടാതെ വരുന്നതെല്ലാം പാപം എന്ന രീതിയിലേക്കാണ് മനുഷ്യന്റെ ലൈഫിനെ വിശുദ്ധ ബൈബിൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഈ റോമൻ എഴുതിയ ലേഖനത്തിനകത്ത് മുഴു ജനത്തെയും അവരുടെ ലൈഫിനെയും ഒരുമിച്ച് ഒരു വാക്യത്തിനകത്തേക്ക്, ഒരു പുസ്തകത്തിനകത്തേക്ക് ചുരുക്കി എഴുതുമ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞു. റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 28-ാം വാക്യം ഒന്നിന്റെ നിർത്തി വായിക്കണേ. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം. കേട്ടോ നിങ്ങൾ? ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ടിയിൽ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും. അനീതി ഉണ്ടോ നമ്മളിൽ? അനീതി ഉണ്ടോ? ഇത് സ്വന്തമായി പരിചയം.
നിങ്ങളുടെ അകത്ത് അനീതി ഉണ്ടോ? ദുഷ്ടതയും ദുഷ്ടത, അത്യാഗ്രഹം, ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശ്ശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠുരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കൽപ്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ. മൈക്കിലൂടെ കേട്ടില്ല. മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും. ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. ഇതിനകത്ത് വ്യഭിചാരം ചെയ്തതിനെ കുറിച്ചുണ്ടോ? ഇല്ല. കള്ളം പറയുന്നതിനെ കുറിച്ചുണ്ടോ? ഇല്ല. വലിയ സാധനം എല്ലാം മാറ്റിയിട്ട് ചെറിയ സാധനം എടുത്ത് വെച്ചേക്കാണ്. എന്നിട്ട് പറയാണ് ഈ വക പ്രവർത്തിക്കുന്നവരല്ല മരണയോഗ്യർ. പേടിക്കരുത്, അവസാനം വരെ കേട്ടിട്ടേ പോവുള്ളൂ. മരണയോഗ്യർ, ഇതാണ് നിയമം. മനുഷ്യന്റെ അകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ഇതുപോലെയുള്ള അനുഭവങ്ങളെ ഉണ്ടാകുള്ളൂ. ഇതിനപ്പുറത്തേക്കൊരു ലവ്, ഇതിനപ്പുറത്തേക്കൊരു ദൈവാശ്രയം അല്ലെങ്കിൽ ദൈവത്തിലൂടെയുള്ള പ്രവൃത്തി ഒന്നും മനുഷ്യനിൽ നിന്ന് പുറത്തു വരത്തില്ല. കേട്ടിട്ട് പോണേ. അപ്പം ദൈവം ഇല്ലാതെ, ദൈവാശ്രയമില്ലാതെ, ദൈവം തന്ന ജീവനിൽ ജീവിക്കാതെ ആണ് നിങ്ങൾ മുന്നോട്ട് ജീവിക്കുന്നെങ്കിൽ ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങളിൽ നിന്ന് ഉളവായത് ഇതാണെങ്കിൽ വലിയ പ്രശ്നമാണ്, വലിയ പ്രശ്നം. അങ്ങനെയുള്ളവർ മരണ യോഗ്യർ. ഞാൻ ഈ ഓരോ വാക്യം എടുത്ത് വിശദീകരിക്കാത്തതാണ്, വിശദീകരിച്ച പ്രശ്നമാണ്. പക്ഷെ വായിക്കാതെങ്കിലും പോകാതെ പറ്റത്തില്ല. പൗലോസ് പറഞ്ഞു വരികയാണ്, സാറ് 3-ാം അധ്യായത്തിനകത്തേക്ക് വരുമ്പോൾ എല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. എല്ലാവരും ന്യായപ്രമാണത്തിന്റെ നീതിയിൽ ആശ്രയിച്ചവരെല്ലാം ഒരുപോലെ എല്ലാവരും കൊള്ളരാത്തവരായി തീർന്നു. 3-ാം അധ്യായത്തിനകത്തേക്ക് വരുന്നു. ഒരുപോലെ എല്ലാവരും ദൈവാശ്രയമില്ലാതെ മനം തഴമ്പിച്ചവരായി തീർന്നു. പഴയ നിയമത്തിന്റെ ലൈഫിനകത്ത് അവരിൽ സ്വയനീതിയാണ് കാണുന്നത്. സ്വയനീതി. ഞാനിവിടെ നിർത്തി ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ നീതിയാണ്. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഫിലിപ്പി ലേഖനത്തിലാണെന്നാണ് എൻ്റെ ഒരു ചിന്ത. ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ നീതിയുള്ളവനാണ്, എങ്കിലും എനിക്ക് ലാഭമായി എന്ന് ഞാൻ പറയുന്ന ഈ നീതി ഞാൻ ഛേദമെന്നെണ്ണി സ്വയനീതി, ന്യായപ്രമാണത്തിലൂടെയുള്ള നീതി ഞാൻ ആഗ്രഹിക്കാതെ ക്രിസ്തുവിനെ നേടേണ്ടതിന് എനിക്ക് ഉള്ളതെല്ലാം ഞാൻ ഛേദമെന്നെണ്ണിക്കളയാ. നിങ്ങൾക്ക് എത്ര പേർക്ക് കാര്യം മനസ്സിലാകണമെന്ന് അറിയത്തില്ല. ആരെ നേടേണ്ടതിനാ? ക്രിസ്തുവിനെ നേടേണ്ടതിന്. നിങ്ങൾക്ക് ലഭിച്ചതെന്തുവാണ്? നിങ്ങൾക്ക് ന്യായപ്രമാണത്തിലൂടെ ഒരു രക്ഷ, നിയമത്തിലൂടെ ഒരു രക്ഷ മനുഷ്യന് ലഭിക്കാതിരുന്നപ്പോൾ പഴയ നിയമത്തെ മാറ്റിയിട്ട് ദൈവം ഒരു നിയമം ഭൂമിയിൽ കൊണ്ടുവന്നു. ആ നിയമത്തിന്റെ പേരാണ് യേശു ക്രിസ്തു. ആമേൻ. ആ യേശു ക്രിസ്തുവിലൂടെയാണ് ജീവിതം. നിങ്ങൾക്ക് കിട്ടി. പത്രോസിന്റെ മുമ്പിലേക്ക് യേശു കർത്താവ് വരുന്ന ഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ അവതരിപ്പിക്കാം. വലയും വെള്ളമായി പത്രോസ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പത്രോസിനെ യേശു കർത്താവ് വിളിക്കുന്നത്. പത്രോസിനെ യേശുവിനെ പരിചയപ്പെടുത്തിയത് അന്ത്രയോസാണ്.
അന്ത്രയോസിന് പരിചയപ്പെടാനുള്ള കാരണത്തിന്റെ പിറകെ പോയാൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ 4 ശിഷ്യന്മാർ ആരൊക്കെയാന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയും: പത്രോസ്, ഹല്ലേലൂയ, അന്ത്രയോസ്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്ന് പറഞ്ഞോട്ടെ. അന്ത്രയോസ്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഇവരെ 4 പേരെ പറ്റി നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. ഇവർ 4 പേരും യേശുക്രിസ്തുവിന് മുമ്പ് ശിഷ്യത്വം സ്വീകരിച്ചവരാണ്. ആരുടെ? യോഹന്നാൻ എന്ന സ്നാപകന്റെ ശിഷ്യത്വം സ്വീകരിച്ചവരാണ്. യോഹന്നാന്റെ ശിഷ്യത്വം സ്വീകരിക്കാനുള്ള കാര്യം, ഹല്ലേലൂയ, വരാൻ പോകുന്ന മശിയയെക്കുറിച്ച് മരുഭൂമിയിൽ ശക്തമായ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടിയവർ മാനസാന്തരത്തിന് യോഗ്യമായ ഹൃദയപരിച്ഛേദനയിലേക്ക് അവരുടെ ജീവിതം വരികയും അവർ യേശുവിലേക്ക് ഈ യോഹന്നാന്റെ വാക്കുകളാൽ ആകർഷിക്കപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇവിടെ നിർത്തി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ആ കാലഘട്ടത്തിൽ ഒരു ശിഷ്യനായിരുന്നു അപ്പല്ലോസ്. ആരാണ് അപ്പല്ലോസ്? ഞാൻ ഈ ഒരു ചരിത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഓർത്തു. ഓക്കെ, ആരൊക്കെയാ? അന്ത്രയോസ്, യാക്കോബ്, പത്രോസ്, യോഹന്നാൻ. അന്ത്രയോസ്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഇതിൽ കൂടുതൽ ശിഷ്യന്മാർ ആർക്കുണ്ടായിരുന്നു? യോഹന്നാൻ സ്നാപകനുണ്ടായിരുന്നു. ഒത്തിരി പേരുണ്ട്. ആ കൂടെ ഉള്ളതാണ് അപ്പല്ലോസ്. പത്രോസിന്റെ കാലഘട്ടത്തിന് ശേഷമാണ് പൗലോസ് രക്ഷിക്കപ്പെടുന്നത്, അല്ലേ? ആണോ? പൗലോസ് രക്ഷിക്കപ്പെടുന്നത്. രക്ഷിക്കപ്പെട്ടതിന് 14 വർഷങ്ങൾക്ക് ശേഷമാണ് താൻ കർത്താവിലെ ശുശ്രൂഷയ്ക്കായിരുന്നു നിയോഗിക്കപ്പെടുന്നത്. അതിനുശേഷമാണ് അന്ത്യോക്യയിൽ വെച്ച് ജാതികൾക്ക് വേണ്ടി ഒരു ശുശ്രൂഷകനായി വേർതിരിക്കപ്പെടുന്നത്. നിങ്ങൾ ആ കാലഘട്ടം നോക്കിക്കേ. ഹല്ലേലൂയ. പൗലോസ് ഇടപ്രദേശങ്ങളിലുള്ള ശുശ്രൂഷിച്ച്, ഹല്ലേലൂയ, എഫെസോസിൽ എത്തുമ്പോൾ, ഹല്ലേലൂയ, യോഹന്നാൻ സ്നാപകന്റെ ചില ശിഷ്യന്മാര് മാനസാന്തര സ്നാനം പ്രസംഗിച്ചുകൊണ്ട് വരിക. അതിനകത്ത് ആരുണ്ട്? അപ്പല്ലോസ് ഉണ്ട്. ഇതിനിടയ്ക്ക് കണക്ഷൻ വിട്ടുപോയ ഒത്തിരി പേരുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായവർക്കാണ്. പത്രോസിന് ശേഷം അന്ത്രയോസ്, പത്രോസ്, യാക്കോബ്, 12 ശിഷ്യന്മാർ. അതിനുശേഷം 70 പേർ. 70 ശേഷമായി രഹസ്യമായ ശിഷ്യന്മാർ യേശു കർത്താവിനുണ്ടായി. യേശു ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾക്കകത്ത് പിടിക്കപ്പെട്ടു. ദൈവരാജ്യത്തിന്റെ സുവിശേഷവുമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാർ മാനസാന്തര സ്നാനം പ്രസംഗിച്ചിട്ട് നടക്കുക. അവരിപ്പോഴും പറയാണ്, പരിശുദ്ധാത്മാവിനെ പറ്റി ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല. ഇങ്ങനെയുള്ള പഠിത്തങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചും കണ്ടൊക്കെ യാത്ര ചെയ്തോണം. ഹല്ലേലൂയ. പറയുമ്പോൾ വലിയ ആളൊക്കെ ആയിരിക്കും, പക്ഷെ പറഞ്ഞു വരുമ്പോൾ യഥാർത്ഥ ആ സംഭവം അവരുടെ കയ്യിൽ കണ്ടെന്ന് വരത്തില്ല. അപ്പം നിങ്ങൾ ഈ വിഷയം ഞാനിത് പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു ഇവർ. യേശു ക്രിസ്തുവിനാൽ ആകർഷിക്കപ്പെട്ടു. യോഹന്നാൻ, ഹല്ലേലൂയ, ഈ പത്രോസും അന്ത്രയോസും പിടിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് വല വീശിക്കൊണ്ടിരിക്കുക. എവിടെയാണ്? നിങ്ങൾ കയറുക. വല വീശിക്കൊണ്ടിരിക്കുമ്പോഴാണ് യേശു പത്രോസിനെയും അന്ത്രയോസിനെയും വിളിക്കുവാനിടയായിത്തീരുന്നത്. കൃത്യമായ ഒരു മീൻകൂട്ടം, ഹല്ലേലൂയ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും കിട്ടാത്ത പത്രോസിനും അന്ത്രയോസിനും വേണ്ടി കർത്താവ് പടകിനകത്ത് കൊടുത്തു. ഹല്ലേലൂയ. ഞാൻ ഇന്ന് വരെ പ്രസംഗിച്ച അങ്ങനെ വ്യത്യസ്തമായ നീതി പ്രസംഗിക്കുന്നതുകൊണ്ട് ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. വലിയ മീൻകൂട്ടത്തെ വിട്ട് കളഞ്ഞിട്ട് യേശു ക്രിസ്തുവിന്റെ പുറകെ ആര് പോന്നു? ഹല്ലേലൂയ. നമ്മളായിരുന്നല്ലേ എങ്ങനെയായിരുന്നേ? ഹല്ലേലൂയ. നമ്മളായിരുന്നെ തിരിച്ചുപോയി. കാര്യം, ഹല്ലേലൂയ, കൂടെ നിൽക്കുന്നവരെല്ലാം ഒഴിവാക്കും. യേശു ക്രിസ്തുവിനെ അവിടെ ആഡ് ചെയ്യും, അല്ലേ? കൂടെയുള്ള പണിക്കാരെ ആഡ് ചെയ്തു. ഇവര് കൂടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല. കർത്താവ് നീ അധികം ഒന്നും പറയില്ല, എവിടെ വീശണം എന്ന് മാത്രം പറയാം. ഹല്ലേലൂയ. കൃത്യമായി ഞാൻ ദശാംശം തന്നോളാം. ആർക്ക് വേണം നിങ്ങളുടെ ദശാംശം? അതല്ല ഞാൻ പറഞ്ഞതിന്റെ ആശയം വല്ലതും മനസ്സിലായോ? കർത്താവിന് വേണ്ട നിന്റെ ദശാംശം അല്ല, കർത്താവിന് വേണ്ട നിന്നെയാണ്. ഹല്ലേലൂയ. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തിരുത്തിക്കോണം. ഹല്ലേലൂയ. നിന്നെ അനുഗ്രഹിക്കാൻ കർത്താവ് ഉറപ്പായിട്ട് ഒരു നിറവ് കാണിച്ചു കൊടുത്തു. കുഞ്ഞെ, എടാ, നീ എൻ്റെ കൂടെ വന്നാൽ നിനക്ക് നിറവൊക്കെ ഉണ്ടാകും. പക്ഷെ നിറവ് കിട്ടിക്കൊണ്ട് നീ എന്നെ വിട്ടുകളയാൻ പാടില്ല. എത്ര പേര് പിന്നെ വന്നുണ്ട്? ഹല്ലേലൂയ. നമ്മൾ പാടിയ പാട്ടിനകത്തൊക്കെ ആ വരികളുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാം സുഖമായിരിക്കണം എന്നൊന്നും ഇല്ല, പക്ഷേ
ഹല്ലേലൂയ. കർത്താവിന്റെ കൂടെ നിന്നാൽ നീ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. പക്ഷെ അനുഗ്രഹത്തിന്റെ പുറകെ അല്ല പോകേണ്ടത്, നീ കർത്താവിന്റെ പുറകെ പോക്കോണം. ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം, ഈ പ്രസംഗം ഇങ്ങനെ പ്രസംഗിക്കാൻ എനിക്ക് പറ്റുള്ളൂ. ഹല്ലേലൂയ. നീ കർത്താവിന്റെ കൂടെ കൂടിയിട്ട് അനുഗ്രഹം പ്രാപിക്കാൻ മാത്രമാണെങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ശപിക്കപ്പെട്ടവൻ നീ ആയിരിക്കും. കാര്യം കർത്താവില്ലാതെ നിനക്ക് അനുഗ്രഹം ഇല്ല. കർത്താവാണ്. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം പറയുന്നതാണ്, എടാ നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി, പക്ഷെ ഞാനാണ് നിന്റെ അതിമഹത്തായ പ്രതിഫലം. ഞാനാണ് അതിമഹത്തായ പ്രതിഫലം. നീ നേടിയെടുത്തത് എന്നെയാണെന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. നമുക്ക് ലഭിച്ചത് നന്മയല്ല, നമുക്ക് ലഭിച്ചത് കർത്താവിനെയാണ്. ആ ബോധ്യമുള്ളവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഭൂമിയിൽ എന്നാ പ്രശ്നങ്ങളുണ്ടായാലും കർത്താവിനെ വിട്ടേച്ചൊരു പണി നീ ഒരുങ്ങരുത്, അത് നല്ലതായി തീരത്തില്ല. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കൂട്ടം തലമുറ ഞങ്ങൾക്ക് അനുഗ്രഹം ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അനുഗ്രഹമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറയാത്തവർക്ക് കർത്താവ് കൊടുക്കൂല, അത് വേറെ കാര്യം. നിങ്ങൾ അറിഞ്ഞോ അറിയാതെ വേണ്ടെന്നും പറയരുത്. എന്താണ് വേണ്ടെന്ന് പറയും? വേണ്ടാത്ത കാര്യം എങ്ങനെ കർത്താവ് വരുന്നത്? വേണ്ടെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. കാര്യം നിന്റെ നാവിനകത്താണ് ഈ സാധനം ഇരിക്കുന്നത്. അവിടെ തുറന്ന് വരണോ വേണ്ടതെന്ന് കത്തായിരിക്കുന്നത്. എനിക്കത് വേണ്ട, വേണ്ട, വേണ്ട. കർത്താവ് തരാൻ വിശ്വസ്തനാണ്, പക്ഷെ അതായിരിക്കരുത് കാരണം. അതിനുവേണ്ടി ആയിരിക്കരുതെല്ലാം. അങ്ങനെ തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് തെറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നെ ഇറക്കി വിട്ടാലും കുഴപ്പമില്ല, ഞാൻ 100% ഇറങ്ങിപ്പോകാൻ തയ്യാറാ. കർത്താവിനെ വിട്ടേച്ചൊരു നന്മ നമുക്കില്ല. ഹല്ലേലൂയ. കർത്താവിനെ ഉൾക്കൊള്ളാതെ, കർത്താവിൽ നിൽക്കാതെ ഒരു അനുഗ്രഹം നമുക്ക് വേണ്ട. നീ മൂല കാരണം കർത്താവിനെ ഇട്ട് കഴിഞ്ഞിട്ട് അനുഗ്രഹത്തിന്റെ പുറകെ പോയി നീ അനുഗ്രഹിക്കപ്പെടുത്തൂല. തരസം ഒന്ന് പരിശോധിച്ച് നോക്ക്, എന്താണ് കാരണം ഞാൻ ഇതുവരെ അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ കാരണം. ഒന്ന് പരിശോധിച്ച് മനസ്സിലാവും. ഞാൻ ഞായറാഴ്ച ഒന്ന് പോയി ആരാധിച്ചിട്ട് പോരാം എന്ന മട്ടിലാണ്. അങ്ങനെ പോയാൽ കിട്ടുമെന്നാണ്. നടക്കുകയില്ല. കർത്താവിന് നിന്നെയാണ് വേണ്ടത്. നിന്നെ വേണം ഇവിടെ. കർത്താവിന് നിന്നെ വേണം. ഹല്ലേലൂയ. പേരെടുത്ത് പറഞ്ഞാൽ ആർക്കും വിരോധം തോന്നരുത്. നിങ്ങളെല്ലാവരും പേര് വിളിച്ചു പറഞ്ഞു, എൻ്റെ ഉൾപ്പെടെ പറഞ്ഞു. ഹല്ലേലൂയ. എൻ്റേതൊന്നും അല്ല, എന്നെയാണ് വേണ്ടത്. മുഴു ലോകത്തെക്കാളും വിലയാണ് നിന്റെ ആത്മാവിന്. ഹല്ലേലൂയ. എനിക്ക് ആ ബോധ്യം ഇന്ന് പകലുണ്ട്. ഹല്ലേലൂയ. മുഴു ലോകത്തെക്കാളും, ഭൂമി മുഴുവൻ ഇന്ന് രാത്രി ഇവിടുത്തെ ആരാധനയ്ക്ക്, എനിക്ക് ഇവിടുത്തെ ആരാധന കഴിഞ്ഞ് ഭൂമിയിലുള്ള മുഴു സ്വത്തുക്കളും എൻ്റെ കയ്യിൽ നിങ്ങൾ എഴുതി തന്നാലും, ഹല്ലേലൂയ, അതുകൊണ്ട് പ്രതിഫലം തീരത്തില്ല. കാരണം മുഴു ലോകത്തെക്കാളും വലുതാണ് സുവിശേഷത്തിന്റെ ആവശ്യകത. പത്രോസ് പടകിനെ വിട്ടു, മുഴു നിറവിനെ വിട്ടിട്ട് യേശുവിന്റെ പിറകെ പോന്നു. ഹല്ലേലൂയ. ഇന്ന് പകല് ആ യേശു എന്ന രക്ഷകനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവനാൽ ഒരു നീതി നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ട്. ഈ സന്ദേശത്തിന്റെ കാതലായ ഒരു വിഷയത്തിനകത്തേക്ക് നമ്മൾ വരികയാണ്. ദൈവം എന്നോട് പറഞ്ഞ ആശയത്തിനകത്തേക്ക് വരിക. ഉണർവോടെ ആഗ്രഹത്തോടെ ഇരുന്ന് ഞാൻ തുറക്കും, അല്ലെങ്കിൽ അതങ്ങനെ അങ്ങ് പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താണ് നീതി? നീതി എന്ന വിഷയത്തെ നന്നായി ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ചു. ഹല്ലേലൂയ. എത്രത്തോളം ലളിതമാക്കാമോ അത്രത്തോളം ലളിതമാക്കി ഞാൻ ഒരു ആശയത്തെ നിങ്ങളുടെ മുമ്പിൽ പറയാണ്. ഇത് മറ്റാരും കൊണ്ടുവന്നല്ല, ദൈവം എന്നോട് പറഞ്ഞതാണ്, ഞാൻ അങ്ങനെ പറയാണ്. ഹല്ലേലൂയ. തെറ്റല്ല എന്നുള്ള 100% ഉറപ്പുണ്ട്. നീതി എന്ന വാക്കിന്റെ അർത്ഥം ദൈവം എന്നെ പഠിപ്പിച്ചത്, ഈ ആശയങ്ങളിലൂടെ മനസ്സിലാക്കി തന്നത്. ഒന്നുകൂടെ പറയാം. നമ്മൾ ഈ കാലഘട്ടത്തിൽ നീതി എന്ന വാക്ക് ഒരുപാട് കേൾക്കുന്നുണ്ടല്ലേ. നമ്മുടെ കഴിഞ്ഞു പോയ തലമുറ കേൾക്കുന്നതിനേക്കാളും കേൾക്കുന്നുണ്ട്. കാര്യം സോഷ്യൽ മീഡിയകളെല്ലാം, വാർത്താ മാധ്യമങ്ങളൊക്കെ നമ്മുടെ വിരൽത്തുമ്പിലാകുന്നത് കൊണ്ട്, ഹല്ലേലൂയ, കഴിഞ്ഞു പോയ തലമുറകൾ കേട്ടതിനേക്കാൾ നന്നായി ന്യായവും നീതിയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ. നീതി എന്ന വാക്കിന് നമുക്ക് പുതിയ നിയമത്തിൽ ചിന്തിക്കാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ ഒരു ആശയം ഇങ്ങനെയാണ്: ലഭ്യമായ നിയമത്തിൽ സത്യമായി നിലനിൽക്കുക. ഒന്ന് പറഞ്ഞേ. ഇത് വെറുതെ ഒന്ന് പറഞ്ഞാൽ മതി. ബൈബിൾ വായിക്കുമ്പോൾ നീതി എന്ന വിഷയത്തിനകത്ത് ഇനി മനസ്സിലാകാത്ത എല്ലാം മനസ്സിലാവും. ലഭ്യമായ നിയമത്തിൽ വേറെ എവിടെ പോയി തപ്പിയാൽ കിട്ടത്തുമില്ല,
നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാലേ കിട്ടുള്ളൂ. വേറെ ആശയത്തിൽ ഒത്തിരി കട്ടിയായിട്ടൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ഞാൻ ഇച്ചിരി ലളിതമാക്കി തരികയാണ്. ലഭ്യമായ നിയമത്തിൽ സത്യമായി തുടരുക. ഇപ്പൊ ഒന്നും മനസ്സിലായില്ല, ഇനി അടുത്ത വാക്ക് പറയും നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ലഭ്യമായ നിയമം എന്തുവാ? നിങ്ങൾക്ക് ലഭ്യമായ നിയമം ന്യായപ്രമാണമാണോ? നോ. നിങ്ങൾക്ക് ലഭ്യമായ നിയമം യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൽ സത്യമായി തുടരുക, നിലനിൽക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മേലുള്ള നീതി. അല്പം കൂടെ ആഴമുണ്ട് അതിനകത്ത്. ആ നീതി ആ വ്യക്തിയിലൂടെ എനിക്ക് വെളിപ്പെട്ടതാണ്. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിലെ പ്രശ്നം, കുറ്റം ചെയ്ത മുമ്പേ പറഞ്ഞ ആ കുറ്റം ചെയ്തവരുടെ മുമ്പിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് മരണമാണ്. പക്ഷെ മരണത്തിലേക്ക് വിടാതെ നമുക്ക് വേണ്ടി ഞാൻ അനുഭവിക്കേണ്ട, നിങ്ങൾ അനുഭവിക്കേണ്ട ആ മരണം ഒരുവൻ അനുഭവിച്ചു. ആ യോഗ്യത നമുക്ക് ലഭ്യമായി. യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിക്കപ്പെട്ടത് കൊണ്ട്, യേശുക്രിസ്തു എനിക്ക് വേണ്ടി യാഗമായതുകൊണ്ട്, അവൻ എനിക്ക് വേണ്ടി മരിച്ച ആ മരണം എൻ്റെ മരണമായി എണ്ണപ്പെട്ടു. നിന്റെ മേൽ നിയമപരമായി ചെലുത്താവുന്ന കുറ്റങ്ങളുണ്ടായിരുന്നു. ഹല്ലേലൂയ. നിയമപരമായി ചെയ്യേണ്ട കുറ്റങ്ങളുണ്ടായിരുന്നു. ആ കുറ്റം നിന്നിലേക്ക് വരാതെ തടഞ്ഞ ഒരുവനുണ്ട്. അവന്റെ നീതിയാൽ നിനക്ക് വിശ്വാസം വന്നു. ഇത് അകത്ത് കിട്ടണം, അകത്ത് കിട്ടണം. ആ ക്രിസ്തുവിൽ നിന്ന് നിന്നിൽ നിന്ന് വിശ്വാസം ഒഴുകണം. ഇവിടെ ഒരാളുടെ ശരീരത്തിൽ കൈവെക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ രോഗസൗഖ്യം വ്യാപരിക്കണമെങ്കിൽ, നീ ഒരാളെ നോക്കി അവനെ കുറിച്ചുള്ളത് പറയണമെങ്കിൽ നിന്റെ അകത്ത് എന്തോ ഇരിക്കണം? വിശ്വാസം ഉണ്ടായിരിക്കണം. ആ വിശ്വാസത്തിലേക്ക് നടത്തിയ സംഭവമാണ് ഞാൻ പറയുന്നത്. സുവിശേഷമാണ് വിശ്വാസത്തെ കൊണ്ടുവന്നത്. സുവിശേഷമാണ് ദൈവനീതിയെ കൊണ്ടുവരുന്നത്. സുവിശേഷമാണ് അമർത്യതയെ കൊണ്ടുവരുന്നത്. പക്ഷെ അതിനേക്കാളും ഡീപ്പായ ഒരു അർത്ഥത്തിലേക്ക് പത്രോസ് പറയുകയാണ്, ദൈവത്തിൻ്റെ നീതിയാൽ, യേശുക്രിസ്തുവിൻ്റെ നീതിയാൽ നിന്നിലൂടെ ഒഴുകുന്ന ഒരു വിശ്വാസമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഞാൻ മുമ്പേ ചോദിച്ചത്, അകത്തേക്ക് നോക്കുമ്പോൾ ക്രൈസ്ത് ഉണ്ടോ? ക്രിസ്തു ഉണ്ടെങ്കിൽ ആ സ്ഥാനത്ത് നിങ്ങളിൽ നിന്ന് ഒഴുകുന്ന വിശ്വാസമായിരിക്കും. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത്, അവന്റെ കുറ്റം ഞാൻ കാണും, എന്റെ കുറ്റം ഞാൻ കാണത്തില്ല. ലഭ്യമായ ന്യായപ്രമാണം വെച്ച് അവരെ കുറ്റം വിധിക്കും. യേശു കർത്താവ് പറഞ്ഞ നിയമം വെച്ച് നിങ്ങൾ നോക്കിക്കോ. ഈ പുതിയ നിയമത്തിൽ പറഞ്ഞ നിയമം വെച്ച് നോക്കിയോ, നേരെയാണോ, അനുസരിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ 100% ഞാൻ പറയും ഇല്ല, പറ്റുന്നില്ല. എന്താണ് പറ്റുന്നില്ല? അതിനപ്പുറത്തോട്ടുള്ളവർ എന്നെ കണ്ടിട്ടേ പോകാവുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്കൊരു പ്രാഗൽഭ്യം നിനക്ക് കിട്ടിയത് എന്നാന്നറിയാമോ? ഇത് യാഗത്താലല്ല, ഇത് കരുണയാൽ ലഭിച്ചതാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പാടിയപ്പോൾ ഞാൻ വീണ്ടും അത് എടുത്തു പാടിയത്, കൃപ വേണമപ്പ, കൃപ വേണമപ്പ എന്ന പാട്ട്. ഹല്ലേലൂയ. ഈ തോട്ടത്തിൽ ഇന്ന് അവൻ വന്നതിന്റെ പിന്നിലെ കാരണം ദൈവത്തിന്റെ കൃപയാണ്. ഇന്ന് പകരം ഞാൻ ആത്മാവിൽ നിങ്ങളോട് കൈമാറുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ആ കൃപയ്ക്കകത്തേക്ക് കയറിക്കേ, ആ ഇന്റിമസിക്കകത്തേക്ക് കയറിക്കേ, ആ സ്നേഹത്തിനകത്തേക്ക് കയറിക്കേ, നിന്റെ അകത്ത് സന്തോഷം തന്നെ ഉണ്ടായിക്കോളൂ. ഞാനിത് പറയുന്നതിൻ്റെ കാര്യം, നിങ്ങളുടെ അകത്ത് അസാധാരണക്കാരനായ ഒരു ആത്മാവ് വസിക്കുന്നുണ്ട്. നിങ്ങളുടെ അകത്ത് അസാധാരണക്കാരനായ ഒരു അകത്തെ മനുഷ്യനുണ്ട്. അവൻ്റെ അകത്ത് നിന്ന് യഥാർത്ഥ വിശ്വാസം ഒഴുകണം. നിങ്ങൾക്ക് ലഭിച്ച നീതി പോലെ പുറത്ത് ലഭിച്ച നീതിയാൽ, യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്താൽ ഉണ്ടായ നീതിയെക്കുറിച്ച്, നീതിയുടെ സുവിശേഷത്തെ നീ പറയണം. എന്നെ കഴിഞ്ഞ ദിവസം മത്തായി സുവിശേഷം വായിച്ചുകൊണ്ടിരിക്കുമ്പം എന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ പോയാൽ, ആ പട്ടണത്തിലുള്ളവർ നിങ്ങളെ കൈക്കൊണ്ടാൽ, അവർ നിങ്ങളെയല്ല കൈക്കൊള്ളുന്നത്, എന്നെയാണ്. എത്ര പേരുണ്ട്? എന്നെയാണ്. എന്നെ കൈക്കൊള്ളുന്നവൻ ആരെ കൈക്കൊള്ളുന്നത്? പിതാവിനെ കൈക്കൊള്ളുന്നു. കൈക്കൊള്ളുക എന്ന വിഷയം നിങ്ങൾ പിടിച്ചോണം. കൈക്കൊള്ളുന്നില്ലെങ്കിൽ അവിടെ നിങ്ങളുടെ കാലിലെ പൊടി ഒന്ന് കുടഞ്ഞു കളഞ്ഞിട്ട് അവിടെ നിങ്ങൾ
നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയാതെ നിങ്ങളെ സ്വീകരിച്ചവനിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോരുമ്പോൾ നിങ്ങൾ ആരെ അവിടെ കൊടുത്തേ? ക്രിസ്തുവിനെ കൊടുത്തു. നമ്മൾ അറിയേണ്ട ഒരു സത്യമുണ്ട്. ഒരുപക്ഷെ ഞാനോ സണ്ണി പാസ്റ്ററോ ഏതെങ്കിലും സുവിശേഷകന്മാരോ, നിങ്ങൾ ഒരു സുവിശേഷകനാണോ, നിങ്ങൾ പോകുമ്പോഴോ ഏതെങ്കിലും ഒരു സന്ദേശം മാത്രമാണ് ഇവിടെ പ്രസംഗിക്കാൻ പറ്റുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ദൈവദാസനെ നമ്മൾ ക്ഷണിച്ച് അവർ വന്നു പോകുമ്പോൾ 1 മണിക്കൂർ അവർ പ്രസംഗിക്കുന്നത് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. അവർ പിടിച്ച ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നമ്മൾ സ്വീകരിച്ചാൽ അത് മൊത്തമാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരു സ്ത്രീ നിന്ന് പറയാണ്, ഹല്ലേലൂയ, കൂടെ കൂടെ ഒരു ദൈവഭക്തൻ ഈ വഴി പോകുന്നു. എന്റെ വിഷയം മൊത്തം തിരിയുക. കൂടെ കൂടെ ഒരു ദൈവഭക്തൻ ഇതുവഴി പോകുന്നു, അവന് വിശ്രമിപ്പാൻ ഒരു റൂം. എന്താ പിന്നിലെ കാര്യം? എന്താണ്? അവൾ സ്വീകരിച്ചത് ആ ദൈവപുരുഷനെ അല്ല, അവൾ സ്വീകരിച്ചത് ആ ദൈവത്തെയാണ്. അബ്രഹാമിന്റെ വീട്ടിൽ ദൂതന്മാർ വരുമ്പോൾ നിലം വരെ കുനിഞ്ഞ് അവരെ സ്വീകരിക്കുന്നതിന്റെ പിന്നിലെ കാരണം എന്നാ? ചില വർഷങ്ങൾക്ക് മുമ്പ്, ഒന്നുകൂടി പറഞ്ഞാൽ 24 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ കാതിൽ കേട്ട ഒരു ദൈവശബ്ദമുണ്ട്. അവൻ അയച്ച 3 പുരുഷന്മാരാ വന്നിരിക്കുന്നത്. ആ ദൈവത്തിന് കൊടുക്കുന്ന അതേ മാന്യത കൊടുത്തുകൊണ്ട് അവരെ സ്വീകരിക്കുകയാണ്. പൈസ കൊടുത്ത കാര്യമോ ഫുഡ് കൊടുത്ത കാര്യമോ അല്ല ഞാൻ പറയുന്നത്, അവര് പ്രാപിച്ചത് മുഴുവൻ പിടിച്ചോണം ഇനി. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. അഭിഷേകം ചുമക്കുന്ന അപ്പോസ്തലന്മാർ നമ്മുടെ വീട്ടിൽ വന്നോ ഇല്ലയോ എന്നുള്ളതല്ല, മുണ്ടക്കയത്ത് വരാൻ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ഇതൊക്കെയാ പ്രാർത്ഥിക്കണ്ടേ. ഹല്ലേലൂയ. അവരിവിടെ വരുമ്പോ ഒന്ന് ഇറങ്ങി നിന്ന് ഒന്ന് സ്തോത്രം ചെയ്തിട്ട് പോകാൻ പ്രാർത്ഥിക്കണം. ഒരു പുരുഷായുസ് കൊണ്ട് അവരുടെ അന്തരംഗത്തിൽ അവർ പ്രാപിച്ചെടുത്ത അഭിഷേകമുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? സ്വീകരിക്കാൻ തയ്യാറാണോ ദൈവ സാന്നിധ്യത്തെ, ദൈവപ്രവൃത്തിയെ, ദൈവത്തിൻ്റെ അറ്റ്മോസ്ഫിയറുകളെ, ദൈവം തരുന്നതിനെ സ്വീകരിക്കാൻ തയ്യാറായാൽ ഇതുപോലെയുള്ളതിനെ സ്വീകരിക്കണം. എനിക്ക് മനസ്സിലാകുന്നു 2 ആശയം ഞാനിവിടെ ഇപ്പോൾ പറഞ്ഞു. 1, കർത്താവ് തന്ന അനുഗ്രഹത്തെ പറ്റിയാണ്. 2, ആ ദൈവത്തെ പിടിക്കുന്നതിനെ പറ്റിയാണ്. നമ്മുടെ ഉള്ളിലൊരു കർത്താവ് ഉണ്ടെന്നോ ബോധ്യത്തിൽ നടക്കുന്ന എത്ര പേരുണ്ട്? വെറുതെ കൈപൊക്കരുത്. ഞാൻ കൈപൊക്കാനൊന്നും പറഞ്ഞില്ല, ഞാൻ കൈപൊക്കിയത് എനിക്ക് എൻ്റെ ആക്ഷനാണ്, എങ്ങനെ പൊങ്ങിപ്പോയതാ. ഞാൻ കൈതാത്തിട്ട് എന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ച്, ഞാൻ അവരോട് പറഞ്ഞ്, ഞാൻ ദയവായിട്ടൊരു കാര്യം മുന്നമേ പറയാം, ഒന്നിനും ആൻസർ വേണ്ട. ഒന്നിനും ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങളുടെ അകത്തുണ്ടോ, അത് അങ്ങനെയാണോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. കാര്യം ആൻസർ പറയാൻ നിന്ന ഞാൻ അവരെ കൊണ്ട് കള്ളം പറയിപ്പിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഉണ്ടോ? ഈ നാളെ കൗൺസിലിംഗ് ചെയ്യേണ്ട ആൾക്കാരാ, എന്നിട്ട് പേപ്പർ എടുത്തിട്ട് എഴുതിക്കോളാൻ പറഞ്ഞു. ഒന്നിനും ആൻസർ വേണ്ട. നീ എന്നെ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിനൊന്നും നിന്നിൽ ആൻസർ ഇല്ല. അമേരിക്ക പോയിട്ടും വിടുതലില്ല കർത്താവിനെ വീട്ടിൽ കയറ്റാതെ. അത്രേ ഉള്ളൂ. കർത്താവ് നിന്റെ അകത്ത് കയറ്റാതെ അവിടെ വിളിക്കുന്നു, ജീസസ് കോളേജ് വിളിക്കുന്നു, ജീസസ് റെഡീംസി വിളിക്കുന്നു. അവര് വന്ന് പ്രാർത്ഥിച്ചിട്ട് എവിടെ? ഇവർ നന്നാകത്തില്ല. എങ്ങനെ നന്നാകാനാ? നിങ്ങൾ ആ ചിന്തയൊന്ന് മനസ്സിലാക്കുക. സ്വർഗത്തിന്റെ മഹിമ വെടിഞ്ഞ് ഈ താണഭൂമിയിൽ ഒരു മനുഷ്യന്റെ ഒരു സ്ത്രീയുടെ ഉദരത്തിനകത്ത് ചെറുതായി, അതിനേക്കാളും ചെറുതായി നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുക. ഇനി നമ്മൾ അവിടെ ഇവിടെ കിടന്ന് വിളിക്കുകയാണ്. ആദ്യം അകത്ത് വന്ന ആളെ ഒന്ന് തിരിച്ചറിയാനായിട്ട് ശ്രമിച്ചാൽ പണ്ടേ നമ്മൾ രക്ഷപ്പെട്ടു പോവും. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ വർഷത്തിൽ നന്നായിട്ട് പ്രസംഗിച്ചൊരു വിഷയം ഇതാണെന്നാണ്. എനിക്ക് സാറ്റിസ്ഫാക്ഷനോട് ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഇതിന്റെ അടുത്ത ഭാഗമുണ്ട്, അത് വിശ്വാസം സംബന്ധിക്കുന്ന കാര്യമാണ്. നിങ്ങളിൽ നിന്ന് ഒന്നും പുറത്തു വരരുത്, നിങ്ങളിൽ ഇരിക്കുന്ന കർത്താവിൽ നിന്ന് വല്ലതും പുറത്തു വരാവുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളിൽ നിന്ന് പുറത്ത് വന്നാൽ, അല്ലേ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുമോ? അതുപോലെ അടുത്തിരിക്കുന്ന ആളെ സ്നേഹിക്കുമോ? ഇച്ചിരി പാടാണ്.
കഴിഞ്ഞ ദിവസം ഈ വിഷയം എൻ്റെ അകത്തേക്ക് കയറി വന്നപ്പോൾ എൻ്റെ അകത്തൊരു ചോദ്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസം അവിടെ നമ്മുടെ ഗ്ലാഡ്സൺ പാസ്റ്റർ ചർച്ചിൽ ഒരു 8 മണിക്കൂർ പ്രാർത്ഥന നടക്കുകയാണ്. അതിൻ്റെ 7ാമത്തെ മണിക്കൂറൊക്കെ ലാസ്റ്റ് കൺക്ലൂഷൻ സെക്ഷനാണ്. പാസ്റ്റർ ചെയ്യേണ്ട എന്നോട് ചെയ്യാൻ വേണ്ടി ചെയ്തപ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പം എൻ്റെ പിള്ളേരവിടെ വിശന്നിരിക്കുകയാണ്. ഞാൻ പയ്യെ അവരെ മാത്രം വിളിച്ചുകൊണ്ട് പോയിട്ട് പുറത്ത് പോയിട്ട് ആഹാരം മേടിച്ചു കൊടുത്തു. അടുത്തെ കുഴപ്പമൊന്നുമില്ല, തിരിച്ചു കൊണ്ടാക്കി കൈയും കെട്ടി അവിടെ നിന്ന് വെച്ച് കൺക്ലൂഷൻ നടത്തിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. ഈ മെസ്സേജ് എൻ്റെ അകത്തേക്ക് കയറിയപ്പം കർത്താവ് എന്നെ കാണിച്ചു വിടാം. എത്രയോ കുഞ്ഞുങ്ങൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ 100 ഉള്ളായിരുന്നു. എല്ലാവരെയും വിളിച്ചിട്ട് വന്ന് അവർ കൂടെ തികയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാഞ്ഞേ. പക്ഷേ എൻ്റെ അകത്തൊരു ചോദ്യം ഉണ്ടായി, അത് ശരിയായിരുന്നോ? എനിക്ക് എൻ്റെ പിള്ളേരെ പോലെ മറ്റുള്ളവരെയും കാണാൻ പറ്റാഞ്ഞെന്നാ? ഞാൻ ഈ പറയുന്ന സാധനം അഗാപ്പെ എന്ന് പറയുന്ന സാധനമാണ്. കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടോ? ആ, ദൈവസ്നേഹം അതാണ്. ഇല്ല എങ്കിൽ നിങ്ങളുടെ സ്നേഹമാണ്. എൻ്റെ മക്കള്, എൻ്റെ കുഞ്ഞ്, എൻ്റെ വീട്, എൻ്റെ 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 അതിന് സാർത്ഥത എന്നാ പറയുന്നത്. അത് മനുഷ്യ സ്നേഹമാണ്. അതിനകത്ത് ദൈവം ഇല്ല. വേറൊന്നും വേണ്ട. തൊട്ടടുത്തിരിക്കുന്ന ആള് രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കോ? ഇതെങ്ങോട്ടാ പോകുന്നതിനെ കുറിച്ച് ചിന്തയില്ലാത്തത് കൊണ്ടാന്നേ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് ചോദിച്ചു, ഞാനിവിടെ പ്രസംഗിക്കുന്നതിൻ്റെയൊക്കെ ആകത്തൊക്കെ പുള്ളി പിടിക്കും. എന്നിട്ട് നിങ്ങളാരും ചോദിക്കാത്തൊരു ചോദ്യം എന്ന് ചോദിച്ചു, ഈ പ്രസംഗത്തിൻ്റെ പിന്നിൽ ദൈവം പറയിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്താ? ഞാൻ ചോദിക്കുക, എന്നാ കാര്യം? കർത്താവിൻ്റെ വരവേറ്റവും ആസന്നമായോ? ഞാൻ ചോദിച്ചു, ആയോ? അങ്ങനെ ഉണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക്? നിവർത്തീകരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞേ, അല്ല അങ്ങനെ ഒരു ചിന്ത എനിക്ക് കിട്ടുന്നത്. വളരെ എക്സ്ട്രീമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അവർ. എങ്കിലും പുള്ളി ചിന്തിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ യേശുവിനെ അറിയണ്ടേ? ആ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്കറിയാം നിങ്ങൾ പല വിഷയങ്ങൾക്ക് വേണ്ടി വിടുതലുണ്ടാകാൻ വേണ്ടിയൊക്കെയാണ് വന്നേക്കുന്നത്. യേശു ഇല്ലാതെ നിങ്ങൾക്കൊരു വിടുതലില്ല. ഞാൻ ആ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെയും യേശു ക്രിസ്തുവിൻ്റെ നീതിയാൽ എനിക്ക് ലഭിച്ച വിശ്വാസം. സ്വയം നീതിയിൽ നിങ്ങൾ ജീവിക്കാൻ താല്പര്യപ്പെടരുത്. സ്വയനീതിയിൽ നിങ്ങൾ ജീവിക്കാൻ താല്പര്യപ്പെടരുത്. ലഭ്യമായ നിയമം യേശു ക്രിസ്തുവാണ്. അതിൽ സത്യമായി തുടരുക. യെരുശലേമിലെ മലയിൽ ആരാധിക്കുന്ന ശമരിയക്കാർക്കുണ്ടായ മലയിൽ ആരാധിക്കുന്ന സമൂഹങ്ങളുടെ നടുക്കുന്ന യേശു പറയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ആരാധിച്ചിരുന്നു. ഞാൻ വന്ന എന്തിനാണെന്നറിയോ? ഒരു തലമുറ കയറി വരാൻ പോകുക. അവർ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വന്നുമിരിക്കുന്നു. അത് നമ്മളെക്കുറിച്ചാണ്. സത്യത്തിലാണ് ആരാധന. സത്യത്തിൻ്റെ വചനം കേട്ടവരാണ് നമ്മൾ. സത്യാത്മാവിനാൽ നിലനിൽക്കുന്നവരാണ്. സത്യത്തിൽ നിന്ന് മാത്രമേ ഒരു പ്രവൃത്തി നിങ്ങളിൽ കാണാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഒരൊറ്റ ദൂതയുള്ളൂ. അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിന്നിൽ നിന്ന് അസാധാരണമായൊരു പ്രവൃത്തി പുറത്തു കൊണ്ടുവരുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്റേതല്ലാത്തൊരു പ്രവൃത്തി പുറത്തു വരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്റേതല്ലാത്ത ആത്മാവിൻ്റെ സ്നേഹം പുറത്തേക്ക് ഒഴുകാൻ ആഗ്രഹിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനത്തിനകത്ത് എബ്രാദിയോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. ആത്മാവിൻ്റെ സ്നേഹത്തെ പറഞ്ഞു കൊടുത്തവൻ. ഇതേ തന്നെ എബ്രാസിനെ കുറിച്ച് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. ആത്മാവിൻ്റെ സ്നേഹം സഭയെ പഠിപ്പിച്ചവൻ. ഇന്ന് പകല് നിങ്ങൾ അവനിൽ നിന്ന് പഠിച്ചത് എന്ന് പറഞ്ഞ് പൗലോസ് അവരോട് പറയുന്നത്, നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ നീതിയാൽ നിങ്ങളിലേക്ക് ഒഴുകിയ ഒരു വിശ്വാസമുണ്ട്. നിങ്ങൾ പ്രദർശിപ്പിക്കേണ്ടത് അതാണ്. കണ്ണുകളടച്ച് എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം, കർത്താവേ, എൻ്റെ ഉള്ളിലൊരാത്മാവുണ്ട്. ആ ഉള്ളിലുള്ള ആത്മാവിൽ നിന്നൊരു ഉറവ തുറക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഭവനത്തിലേക്ക് കടന്നു പോകുന്നവർ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുക, ഞാൻ ചെയ്യുന്നതും നിൽക്കുന്നതും പറയുന്നതും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ കർത്താവിന് ഹിതമുള്ളതാണോ? എൻ്റെ കർത്താവിൽ നിന്നുള്ളതാണോ പുറത്തു വരുന്നത്? എൻ്റെ കർത്താവിന് ഇഷ്ടമുള്ളതാണോ എന്നിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്? കർത്താവിന് ഇഷ്ടമില്ലാത്തതൊന്നും നിന്നിൽ നിന്ന് പുറത്തു വരാൻ പാടില്ല. 2 വിഷയങ്ങൾ, ഞാൻ 2 ഞരങ്ങുന്നു എന്ന് പൗലോസ് പറയുന്നത് പോലെ
ഹല്ലേലൂയ. എന്നിൽ നിന്ന് നിന്നിൽ നിന്ന് പുറത്തു വരേണ്ടത് ആത്മാവിൽ നിന്നുള്ളതാണ്. വളരെ എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ ആത്മാവിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത, ആരോടും പറഞ്ഞിട്ടില്ലാത്ത ഒരു ലൈഫ് സ്റ്റൈലിനെ നിങ്ങളുടെ ലൈഫിനകത്തൂടെ തുറന്നു കൊണ്ടുവരാൻ എൻ്റെ കർത്താവിന് കഴിയും. ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ച ആ വിലയേറിയ വിശ്വാസത്തെക്കുറിച്ച് ആഴമുള്ള ബോധ്യം യേശുക്രിസ്തുവിനെ അയച്ച പിതാവായ ദൈവത്താൽ ഞങ്ങൾക്ക് ലഭിച്ച ആ വലിയ നീതിയെക്കുറിച്ചുള്ള ബോധ്യം ഞങ്ങൾക്ക് ലഭ്യമായ യേശുക്രിസ്തു എന്ന നിയമത്തിൽ, യേശുക്രിസ്തു എന്ന വ്യക്തിയിൽ സത്യമായി നിലകൊള്ളാൻ, യേശുക്രിസ്തുവിൽ സത്യമായി തന്നെ നിലനിൽക്കാൻ ഞങ്ങൾക്ക് ലഭിക്കും എന്ന് ഭൗതികമായുള്ള ആവശ്യകതകൾക്കപ്പുറം ഞങ്ങൾക്ക് ലഭിച്ച ആ വലിയ പ്രതിഫലം എന്താണെന്ന് മനസ്സിലാക്കി അവനിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് ഞങ്ങളുടെ മുമ്പിൽ വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടത് നന്ദി പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു ഭൗതിക